ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകനെ കൊല്ലുമെന്നും പറഞ്ഞ് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. രാജലക്ഷ്മി ആണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക അവിടെ. എന്താണ് ഇതിനൊരു പോംവഴിയെന്ന് ഓർത്ത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാറു വിശ്വനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ വിശ്വനെ കാണാൻ ചെന്നു. വിശ്വനെ നേരം പാറുവിന് വിഷുക്കൈ നീട്ടമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. രണ്ടുപേരും തമ്മിൽ കാണുക. അപ്പോൾ ഇതെന്ത് ഈ വേഷത്തിലേക്ക് വന്നതെന്ന് പാറു ചോദിച്ചേ വിശ്വനോട്. അപ്പോൾ മുണ്ടും ഷർട്ടുമാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് തന്നെ കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പാറുവും തിരിച്ച് പറഞ്ഞു കേട്ടോ. തന്നെ കാണാൻ വേണ്ടി തന്നെ ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ ആഹാ അത് ശരി, അപ്പോൾ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, വീട്ടിൽ ചെന്നാൽ ചേട്ടൻ്റെ ദേഷ്യം കാണേണ്ടി വരും, തല്ലുമെന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു. എന്നാൽ ഇപ്പോഴും പോവാതിരുന്നൂടെ എന്ന് പാറു അങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും ഇങ്ങനൊരു രംഗം അത് ഫേസ് ചെയ്തേ പറ്റൂ, അത് കുറച്ച് നേരത്തെ ആവുന്ന തന്നെയല്ലേ നല്ലതെന്ന് വിശ്വം പാറുവിനോട് ചോദിക്കുക. എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പം എന്തിനു പേടിക്കുന്നത്, എനിക്കൊരു പേടിയും തോന്നുന്നില്ലല്ലോ എന്ന് വിശ്വൻ അന്നേരം പറഞ്ഞു കേട്ടോ. എന്നാലും പാറുവിനൊരു ടെൻഷൻ. അല്ല വിശ്വ വരുന്നുണ്ട് വീട്ടിലേക്ക്, ഊണ് നമുക്ക് അവിടുന്ന് കഴിക്കാം എന്ന് പറയുമ്പോൾ ബെസ്റ്റ്, അതെ എന്നെ തൻ്റെ വീട്ടുകാർ കയറ്റുമെന്നാണ് തൻ്റെ വിശ്വാസം. ഒരിക്കലും ഇല്ല. പിന്നെ ചേച്ചിയെ സഹായിച്ചതൊക്കെ ശരി തന്നെയാ എന്ന് കരുതിയേ നമ്മുടെ ബന്ധമൊന്നും അവർ അംഗീകരിച്ച് തരാൻ പോകുന്നില്ല കേട്ടോ എന്ന് നമ്മുടെ വിശ്വൻ അന്നേരം പാറുവിനോട് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷ താൻ വെക്കേ വേണ്ടാന്നും പറഞ്ഞു. പിന്നെ ആ കൈ ഒന്ന് നീട്ടിക്കേ എന്നും പറഞ്ഞുകൊണ്ട് പാർവതിയെ കൊണ്ട് കൈ നീട്ടിച്ചു. അപ്പോൾ പാറു കൈ നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വൻ്റെ പാറുവിൻ്റെ കയ്യിലേക്ക് ഒരു വിഷുക്കൈ നീട്ടം കൊടുത്തപ്പോൾ വിശ്വന് എനിക്ക് വിഷുക്കൈ നീട്ടം തന്നു, ഞാൻ വിശ്വന് തരണ്ടേന്ന് പാറു ചോദിച്ചപ്പോൾ മൂത്തവരെ ഇളയവർക്കാ സാധാരണ കൊടുക്കുന്നത്, തിരിച്ചു പതിവില്ല എന്ന് പറഞ്ഞു. എന്നാ കൈനീട്ടം ഇല്ലാത്ത ഹാപ്പി വിഷു എന്നും പറഞ്ഞുകൊണ്ട് പാറു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ പോട്ടേന്ന് വിശ്വം പറയുമ്പോൾ സൂക്ഷിക്കണേ വിശ്വൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പാറു. കൂടി വന്ന് എന്ത് ചെയ്യും, കൊല്ലുമായിരിക്കും, അങ്ങ് കൊല്ലട്ടെ എന്ന് വെക്കണം. സ്വന്തം ചേട്ടൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാളും വലിയ ഭാഗ്യം പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, വിശ്വന് എന്തെങ്കിലും പറ്റുക പിന്നെ എനിക്ക് ആരോ ഉള്ളതെന്ന് പാറു ചോദിച്ചു. അത് കേട്ടപ്പം ഏടോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, താനെന്തിനത് സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് ചോദിച്ചു വിശ്വൻ അന്നേരം ചിരിച്ചുകൊണ്ട്. എടോ താനിത് നോക്ക്, എന്നെ രക്ഷിക്കാനേ എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ നഷ്ടം എനിക്ക് തന്നെയാ. ഇങ്ങോട്ട് നോക്കിക്കേ, തന്നെ നഷ്ടപ്പെടുന്നതേ ചിന്തിക്കുന്നത് പോലും പറ്റില്ല എനിക്കെന്നൊക്കെ വിശ്വം പറഞ്ഞപ്പം എനിക്കും അത് അങ്ങനെയാണെന്ന് പാറുവും പറഞ്ഞു. എന്നാൽ ശരി, എനിക്കൊന്നും സംഭവിക്കില്ലടോ, ഞാൻ പോയിട്ട് വരാം, സംഭവിക്കാതെയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു. വിശ്വം പൂപ്പ വിളിക്കണമെന്ന് പറഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയ വിശ്വൻ തിരിച്ച് വീണ്ടും പാറുവിനെ നോക്കി നിൽക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അല്ല ഗുരുവായൂരപ്പ രക്ഷിക്കട്ടെ എന്ന് പറയായിരുന്നു, അപ്പോൾ വേറൊന്നും ഇല്ലല്ലോ അല്ലേ, അപ്പോൾ ഇല്ല, അപ്പോൾ ഹാപ്പി വിഷു, അപ്പോൾ ഹാപ്പി വിഷു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവും വിശ്വനും കൂടെ അവിടുന്ന് വിരിഞ്ഞു. അത് കഴിഞ്ഞ് വിശ്വം പാറുവിനെ നോക്കി അവിടെ നിന്ന് പോകുക കേട്ടോ, ഭയങ്കര സന്തോഷത്തോടെ. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ പിന്നെ അവിടെ നമ്മുടെ പൊന്നമ്പടത്തിൽ സദ്യയൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളെല്ലാം നിരത്തി വെച്ചിട്ട് സദ്യ റെഡിയായി എന്നും പറഞ്ഞ് നീട്ടി വിളിക്കുക നമ്മുടെ പല്ലവി. അപ്പോൾ എല്ലാവരും കഴിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാം വിളമ്പിയല്ലേ ചേച്ചി ബേബി ചേച്ചിയോട് ചോദിച്ചു. വിളമ്പിയെന്ന് പറഞ്ഞു. അവിടെ വെച്ചോ ഇത് വെച്ചോ അത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരോട് നിൽക്കുക. അപ്പോഴാണ് അമ്മയും മോനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ പിന്നാലെ ഓരോരുത്തർ വരുക. എല്ലാം റെഡിയായോ എന്നും ചോദിച്ചുകൊണ്ട് അവർ വരുന്നത്. ഋതുക്ക് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നു, കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ എല്ലാവരും ഇരിക്കുന്നു. ഈ സമയത്ത് ഋതുക വന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഋതു എന്ന് പറഞ്ഞ് നീട്ടി വിളിച്ചു അവിടുന്ന്. എന്ന് പറഞ്ഞൊരു ഒച്ചയും കേൾപ്പിച്ച ഋതുകയും വരുക. അപ്പോൾ ഋതുക അങ്ങോട്ടേക്ക് വന്നു. ആനയെ അമ്പാരിയായിട്ട് വരണോടി നിന്നെ എഴുന്നള്ളിക്കാൻ, വന്നിരുന്നേ എന്ന് പറഞ്ഞ് ഋതുകയോട് പറയുക അമ്മ. അപ്പോഴേക്ക് ഋതുകയും വന്ന് അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പല്ലവിയാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. പല്ലവി വിളമ്പി കൊടുക്കുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് സദ്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് കഴിക്കുക. അപ്പോൾ പല്ലവിയോടും വന്നിരുന്ന് കഴിക്കാൻ ഇവർ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നിരുന്ന് കഴിച്ചോളാമെന്ന് പല്ലവി പറഞ്ഞു. അതൊന്നും പറ്റത്തില്ല, എന്തായാലും എല്ലാവരുടെയും കൂടെ തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ശരി ഞാൻ ഇരുന്നോളാമെന്നും പറഞ്ഞു. പല്ലവി സേതുവിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കാം. അങ്ങനെ അവരുടെ വിഷു ആഘോഷം ഗംഭീരമായി. അപ്പോൾ ഇത്രയും നാളും വിഷുവൊക്കെ ആഘോഷിച്ചത് ഒറ്റയ്ക്കായിരുന്നെന്നും ഒന്നെങ്കിൽ ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മൾ മാത്രം, ഇതിപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെന്ന് നമ്മുടെ ഹരി പറയുമ്പോൾ ഈ സന്തോഷം ഇനി മുതൽ എന്നും ഹരിക്കൊപ്പം ഉണ്ടാകുമെന്ന് നമ്മുടെ പല്ലവിയും പറയാം. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ പേരാണ് അച്ചു എന്ന് നമ്മുടെ സ്വാതിയും പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും സന്തോഷമായിട്ടിരുന്ന് കഴിക്കുക. ഋതുക മാത്രം മുഖം ഒരു വശത്തേക്ക് കോടി പിടിച്ചുകൊണ്ടിരിക്കുക. അതെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരുന്നാൽ കൊള്ളാമെന്ന് ഋതുക പറയുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഋതുകയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. അയ്യോ അതെന്നു മുതൽ തുടങ്ങി പുതിയ ശീലങ്ങളൊക്കെ, സാധാരണ നീയാണല്ലോ വാ പൂട്ടാതിരുന്നിട്ടുള്ളതെന്നൊക്കെ നേരം അച്ഛൻ ചോദിച്ചു. ഇതിപ്പോൾ നമ്മളല്ലേ ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, അതിൻ്റെ ആണെന്ന് സ്വാതി പറഞ്ഞു. എടി എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കി. അങ്ങനെ സദ്യ മതിയാക്കി എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പം എടി അവിടെ ഇരിക്കാൻ പറഞ്ഞു അമ്മ ഋതുകയോട്. സേതു പറ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേതു ഋതുകയുടെ അടുത്തേക്ക് ചെന്നു. നിനക്കെന്താ വേണ്ടത്, പായസം വേണോ, ഗ്ലാസ്സിൽ വേണോ ഇലയിൽ വേണോ,
അപ്പോൾ അവിടെ ആണേലും മതി പറഞ്ഞോണ്ട് ഋതിക ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഋതികയെ മര്യാദ പഠിപ്പിച്ച് നമ്മുടെ സേതു അവിടെ ഇരുത്തി. വേഗം വേഗം വാരി കഴിച്ചോ എന്ന് സ്വാതി ഋതികയോട് പറയുക. അങ്ങനെ നമ്മുടെ ഋതികയുടെ അഹങ്കാരം അവസാനിപ്പിച്ച് അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് വിശ്വൻ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അമ്മ ഓടി ഇറങ്ങി വന്നു വിശ്വനെ തടയാനായിട്ട്. എടാ ദേ നീ ഇപ്പോൾ അകത്തേക്ക് കയറണ്ടെന്ന് പറഞ്ഞു കലി എടുത്ത് നിൽക്കുക അവൻ നിന്നെ കൊല്ലും എന്ന് പറയുമ്പം കൊല്ലട്ടെ, അതാ എനിക്കും വേണ്ടത്. തെറ്റ് ചെയ്താലല്ലേ എനിക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വം പറഞ്ഞപ്പം ചെയ്തില്ലേ, നീ നിന്റെ ചേട്ടനെ ചതിച്ചില്ലേ എന്ന് ചോദിച്ചു അമ്മ. അപ്പോൾ എങ്ങനെ ചതിച്ചെന്നാണ് അമ്മ പറയുന്നത്? ഒരു മനോരോഗിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നിങ്ങളാ മറ്റുള്ളവരെ ചതിച്ചത്, അല്ലാതെ ഞാനല്ല എന്നും പറഞ്ഞു നമ്മുടെ വിശ്വൻ അന്നേരം പറഞ്ഞു. മാറി നിൽക്കാൻ പറഞ്ഞു. എടാ നീ അകത്തേക്ക് പോകല്ലേ, മാറി നിൽക്കാനാ പറഞ്ഞത്. ഞാൻ പോകും, എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പറയുകയും ചെയ്തു. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, ചാവാൻ എനിക്ക് ഒട്ടും പേടിയും ഇല്ല എന്ന് പറഞ്ഞു. എടാ എന്നും പറഞ്ഞ അമ്മ. അപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് വിശ്വനകത്തേക്ക് കയറിപ്പോയി. വിശ്വ എന്ന് പറഞ്ഞ അമ്മ പിന്നാലെ ചെന്നു. അപ്പോഴേക്കും ചേട്ടൻ ഇറങ്ങി വന്നു. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്നും ചോദിച്ച്. അല്ല എടാ വിഷുക്കണിയൊന്നും നിനക്ക് കാണണ്ടായിരുന്നോ? അമ്മേ ഒരു കൈനീട്ടം കൊടുത്തില്ലേ? നിൽക്ക് അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ആദ്യം ഇവന് കൈനീട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഒറ്റ അടിയായിരുന്നു വിശ്വനെ. പിന്നെ അവിടെ ഇട്ട് അതിനെ ഒരുപാട് ഉപദ്രവിച്ചു. അപ്പോൾ അദ്ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് വിശ്വൻ ഇന്ദ്രനോട് പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ കൊല്ലാൻ പോകുവാണെന്ന് ഇന്ദ്രൻ വിശ്വനോട് പറയുക. അപ്പോൾ അദ്ദേഹത്തെ തൊടാതെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിവയറ്റിനിട്ട് നോക്കി ഓരോ ഒറ്റ തൊഴി അങ്ങ് കൊടുത്തുവിട്ട ഇന്ദ്രൻ. അപ്പോൾ വിശ്വനാണെങ്കിൽ ഒട്ടും അനങ്ങാൻ പറ്റാണ്ടായി. അപ്പോഴേക്കും എന്താണ് ഇന്ദ്രത്, ഇത്തവണത്തേക്ക് നീ അവനോടൊന്ന് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു. ആ സമയം പറ്റില്ല, എനിക്ക് ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞ ഇന്ദ്രൻ ഇവനെ കൊല്ലും ഞാനെന്നും പറഞ്ഞ് ഇവനെ പോലുള്ളവന്മാരോട് ക്ഷമിച്ചാലേ അത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമായിരിക്കും കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വിശ്വൻ്റെ നേരെ ചെല്ലുക. ഒറ്റുകാരൊക്കെ പേരെ തഴച്ച് വളരാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞു. ചതിയന്മാർക്ക് അണ്ടർവേൾഡ് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? അമ്മയ്ക്കറിയാവോ? ടിഷ്യൂ കലാസ് അത്ര ഉള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പറയാം. ഇവിടെ തോക്കുമില്ല, ഞാൻ അണ്ടർവേൾഡും അല്ല, പക്ഷേ അതൊന്ന് തന്നെയാണ് ഞാനത് കൊടുത്തിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പാവത്തിനിട്ടൊരു ഒറ്റ ഇടി. ആ ഒരൊറ്റ ഇടിക്ക് അതിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ചോര വരും. അപ്പോൾ അമ്മ എന്നെ വിടാൻ പറഞ്ഞു ഈ ഇന്ദ്രൻ. അപ്പോൾ മോനെ ഇന്ന് നല്ലൊരു വിഷുവായിട്ട് നീ ഇതൊന്നും ചെയ്യല്ലേടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയാം. അമ്മേനെ വിട, ഇത് ഞാനും ഇവനും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഒറ്റുകാരൻ ഇരയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വീണ്ടും ചെന്നിട്ട് അതിനിട്ട് ഇടിക്കുക. അപ്പോൾ എന്നെ കൊല്ലട്ടെ അമ്മേ, ഇങ്ങനെ ഒരു ഏട്ടൻ്റെ അനിയനായിട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നത് തന്നെയാണെന്ന് നമ്മുടെ വിശ്വൻ അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്കും വിശ്വൻ്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരാൻ തുടങ്ങി, വിശ്വൻ ഇങ്ങനെ വീഴാൻ തുടങ്ങി. അപ്പോൾ അത് നല്ലൊരു ഡയലോഗാണ്, സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാവും. പക്ഷേ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഇടിച്ച് പിന്നെയും വീഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും നേരെ അമ്മ അങ്ങ് ചെന്ന് മോനെ തൊട്ടു പോകരുതെന്നും പറഞ്ഞു. അമ്മ എനിക്ക് അവനെ കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ടായി ഇന്ദ്രൻ. ആദ്യം നീ എന്നെ കൊല്ലടാ, എന്നിട്ട് മതി നീ അവനെ കൊല്ലുന്നത്. ഇനി അവനെ നീ തല്ലുക, പിന്നെ ഒരു നിമിഷം പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പറഞ്ഞേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി. ഓശോ ഇതാണ് ഈ അമ്മമാരുടെ കുഴപ്പമെന്നും പറഞ്ഞ് ഇന്ദ്രൻ മാർമത്തി കയറി പിടിച്ചു കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കര ഡയലോഗ്. ഇങ്ങനെ പറഞ്ഞാൽ തണുക്കൊന്നും അറിയാവുന്നതുകൊണ്ടല്ലേ അമ്മ ഇപ്പം ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയുക. അപ്പോഴും രാജലക്ഷ്മി ഇങ്ങനെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതായത് വിശ്വനെ. അപ്പോൾ ശരി, ഞാൻ തണുത്തിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. പക്ഷേ ഇവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്നും പറഞ്ഞ് ഇന്ദ്രൻ വിശ്വനെ പ്രാകുക. നരകിക്കും ജീവിതകാലം മുഴുവനും. സ്വന്തം ചേട്ടൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവന് എന്തൊലക കിട്ടാനാണെന്ന് ഇന്ദ്രൻ ചോദിക്കട്ടോ. കണ്ടോ ഇവനെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? കടുക് പൊട്ടുന്നത് പോലെ ടക് ടക് എന്ന് പറഞ്ഞ് പൊട്ടുവൻ്റെ ജീവിതം, അത് തീർന്നു പോകും, ജീവിതം ഇല്ലാണ്ടാവും പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. കേട്ടോടാന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ മതി ഇട്ടിട്ട് പോടാന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി. ഇവനാണെങ്കിലും ഭ്രാന്ത് കയറി മൊത്തം അവിടെ കാട്ടിച്ച് പൊളിക്കും. അപ്പോഴത്തേക്കും അമ്മ പൊക്കോടാ ഇവിടുന്ന് പോടാ, ഇല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലുവേടാന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചിടിച്ച് അതിനെ ഒരു പരുവാക്കി. അങ്ങനെ പെരും മഴയത്ത് വിശ്വനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാണ് രാജലക്ഷ്മി, അവൻ നിന്നെ കൊല്ലുവേടാന്നും പറഞ്ഞു. അങ്ങനെ വയറും താങ്ങി പിടിച്ച് പാവം നടന്നൊരു തരത്തിൽ ഹോസ്പിറ്റലിലെത്തി. അപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതേ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കാണിച്ചു കൊടുക്കുക. കേമായിട്ടാണല്ലോ ഇന്ന് സദ്യ, എന്നും കൂടി പിടിക്കാതിരുന്നിരുന്ന അടുക്കളയിലേക്ക് ഞാനും കൂടെ സഹായിക്കാൻ കൂടിയാനല്ലോ എന്ന് പാറു പറയുമ്പോൾ 24 മണിക്കൂറും ഫോണും ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുന്ന ആളല്ലേ, വെറുതെ ശല്യപ്പെടുത്തണ്ടോയെന്ന് കരുതിയിട്ടാണെന്ന് നമ്മുടെ അമ്മ പറഞ്ഞു. നീ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അതേ ഭക്ഷണം വിളമ്പി കൊടുത്തു. അമ്മ കൂടി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ പാറുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ കോള് വന്നപ്പോൾ ഹലോ എന്താ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് വീട്ടിലാണ്. അപ്പോൾ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് എനിക്കറിയാം, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് വിളിച്ചത്. അത് പിന്നെ ചേട്ടനും ഞാനും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നും പിന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നിരിക്കുകയാണെന്നുള്ള കാര്യം വിശ്വം പറഞ്ഞു. അയ്യോ, അപ്പോൾ ബൈസ്റ്റാൻഡറെ കൂടെ ആരും ഇല്ലാതെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്.
അത് പിന്നെ വിരോധം ഇല്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാവോ എന്ന് വിശ്വൻ ചോദിച്ചു. അപ്പോൾ പിന്നെന്താ, ഞാൻ ഉടനെ വരാമെന്ന് പാറു. അപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ വിശ്വനാണെങ്കിൽ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം പാറു ഇറങ്ങി ഓടാൻ നോക്കുക. അപ്പോൾ പാറു നീ എങ്ങോട്ടേക്ക് പോകണേ, കഴിച്ചിട്ട് പോകാൻ പാറു ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചെങ്കിലും ഒരൊറ്റ ഓട്ടമായിരുന്നു പാറു. അപ്പോൾ ഇന്ദ്രനെതിരെ വിശ്വൻ മൊഴി കൊടുത്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ മോളെ അവന് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ശോഭാമ ചോദിക്കുമ്പം ഇന്നത്തോടെ ഞാനിത് അവസാനിപ്പിക്കുന്നു, ഞാൻ സ്കൂട്ടറിൻ്റെ ചാവി ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. മാഷിപ്പം എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ നീ ചാവി എടുക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ചാവി എടുത്ത് അച്ഛൻ പിന്നാലെ പോകുന്നു. മോൾ അന്നേരത്തേക്കും ഹോസ്പിറ്റലിൽ എത്തി. ഈ സമയത്ത് വിശ്വൻ അവിടെ ഇങ്ങനെ തകർന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതെന്താ വിശ്വാസം ചോദിച്ചുകൊണ്ട് പാറു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ബുദ്ധിമുട്ടിച്ചതിൽ സോറി, ഇവർക്കൊരു ബൈസ്റ്റാൻഡർ വേണം, ഞാനിവിടെ അഡ്മിറ്റ് ആവണമെങ്കിൽ ഹോസ്പിറ്റലുകാർ നിർബന്ധം പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ, ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞു പാറു. അപ്പോൾ വിഷുവാണ്, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ വിശ്വം പറയുമ്പം വിഷു അല്ലല്ലോ ഇപ്പോൾ പ്രധാനം, ഞാൻ ആരോടാ സംസാരിക്കേണ്ടതെന്ന് പാറു ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ നേഴ്സിംഗ് റൂമിലേക്ക് ചെന്നാൽ മതി, അവിടെ അപ്പം ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിശ്വൻ അവിടെ ഇരിക്കുമ്പോൾ പാറു അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ പാറു അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് നേരെ വിശ്വൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് വിശ്വനിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്. എൻ്റെ ചേച്ചിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൽ ഞാനും വിശ്വനെ ശരിക്കും ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഞാനും വിശ്വൻ്റെ ഈ ഒരു അപകടത്തിൽ ഉത്തരവാദിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പാറു ചോദിക്കുമ്പം എന്നാലും വിഷുവായിട്ട് അതെനിക്കൊരു സങ്കടമെന്നും പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇരിക്കുക. അപ്പോഴാണ് വിശ്വൻ തലയൊക്കെ പൊട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോഴത്തേക്ക് അച്ഛനെ കണ്ട് പാറു ഭയങ്കരമായിട്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അച്ഛൻ ഓടിക്കയറി വന്നപ്പോൾ വിശ്വൻ്റെ മുഖത്തും തലയിലും ഒക്കെ മുറിവ് കണ്ടു. അച്ഛാ, വിശ്വൻ്റെ കൂടെ നിൽക്കാൻ ആരും ഇല്ലെന്നും ചേച്ചിയെ സഹായിച്ചതിനാ ഇന്ദ്രൻ വിശ്വനെ തല്ലിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറു ഇങ്ങനെ പറയാം. അപ്പം ഇന്ദ്രനും ഇവനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അവർ ചേട്ടാനിയന്മാരാ. അതിൻ്റെ ഇടയിൽ നിനക്കെന്താ കാര്യമെന്ന് അച്ഛൻ ചോദിക്കാം. ആരാടി ഇവൻ നിൻ്റെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അച്ഛാ, ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും നിൽക്കണം, അതിനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ബൈസ്റ്റാൻഡറോ, അവൻ്റെ വീട്ടുകാർ വന്നോളൂ, നീ അല്ലാതെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് കൂടുതൽ എന്നെ കൊണ്ട് പുറയിപ്പിക്കരുതെന്ന് മാഷ് വന്ന് പാറുവിനോട് പറയുക. വിശ്വൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കും. അപ്പോൾ മര്യാദ എൻ്റെ കൂടെ വന്നോണം, അല്ലെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞു അച്ഛൻ. അപ്പോൾ പാറു പൊയ്ക്കോ, ഡോക്ടറിൻ്റെ ഇതൊക്കെ ഒപ്പിട്ട സ്ഥിതിക്ക് എന്നെ ഇനി അഡ്മിറ്റ് ആക്കിക്കോളൂ എന്ന് വിശ്വൻ പറഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശ്വൻ എനിക്ക് പോയിക്കോളാം പറഞ്ഞ് വിശ്വൻ പറഞ്ഞു. ഡോക്ടറെ ഒരു വിശ്വൻ വരാനാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛൻ മോളെയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം പല്ലവിക്ക് താൻ കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലത്, അത് ഞങ്ങൾക്കറിയുകയും ചെയ്യാം. പക്ഷെ അതിന് പകരമായിട്ട് എൻ്റെ രണ്ടാമത്തെ മകളെ തരാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് അച്ഛൻ പറയുക. അവളുടെ ജീവിതം ഒരു കാരണവശാലും നശിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് വിശ്വനോട് വന്ന് മാഷ് പറയുക. അങ്ങനെ അതും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. പാറു നിസ്സഹായമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. തിരിഞ്ഞു നോക്കുന്ന പാറുവിനെ പൊയ്ക്കോളാൻ പറഞ്ഞ് വിശ്വൻ ഇങ്ങനെ തലകൊണ്ട് യാത്രയാക്കിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പാവം വിശ്വൻ ഒറ്റപ്പെട്ട് ആ ഒരു വലിയ ഇതൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ പാറുവിനാണ് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നല്ല അടിപൊളി വിശേഷമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.